Good morning. The meeting in connection with the 7 a.m. morning drive is hereby called to order. Welcome speech by Chairman. Good morning. സോൺ 28 നടത്തി വരുന്ന 7 a.m. മോർണിംഗ് ഡ്രൈവ് എന്ന ഈ പ്രോഗ്രാമിന്റെ സെഡി ട്രെയിനിങ് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന സെഡി ട്രെയിനിങ് ഇഷാം സാറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോൺ 28ന്റെ ഉജ്ജ്വലമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്ര മേനത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ട്രെയിനിങ്ങിൽ ഈ സെഷൻ എടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന അമീർ ഷാ സാറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം JC ആൻഡ് നോൺ JC മെമ്പർമാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള, ഇന്നോട് നമ്മോട് സംവദിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള അമീർ ഷാ സാറെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ഫിനാൻസ് ഡെവലപ്മെന്റ് അഡ്വൈസറും ഫിനാൻസ് ട്രെയിനിങ് കൊടുക്കുന്ന ആളുമാണ്. അപ്പോ ദ 7 a.m. morning drive online session floor is yours, sir. Amir Shah, sir. Yes, good morning, my friends. First of all, thank you very much for inviting me to this session. വളരെ കാലങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ പ്രോഗ്രാംസിനെ കുറിച്ച്. എനിവേ ദാറ്റ്സ് ഗ്രേറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, എന്റെ വോയിസ് ക്ലിയർ ആണ്? Yes, clear ആണ്. പെർഫെക്റ്റ് അല്ല, ബിക്കോസ് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പേഴ്സണൽ ഫൈനാൻസ് എന്നൊരു ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സത്യത്തിൽ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്നത് ബാങ്കിങ് ഏരിയയിൽ ബാങ്കിങ് പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അതിനെ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ബാങ്കുകൾക്ക് ധാരാളം പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ പേഴ്സണൽ ഫൈനാൻസ് എന്നൊരു ഏരിയ നമ്മൾ എടുത്തു നോക്കിയാൽ വ്യക്തികൾക്ക് കൊടുക്കുന്ന ലോണുകളും വ്യക്തികളുമായി അവർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുന്ന പേരിനെയാണ് സാധാരണ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു വ്യക്തിയുടെ ഫൈനാൻസ് അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ്ങിലേക്ക് നമുക്ക് ആ പദം തന്നെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. എൻഡ് ഓഫ് ദ ഡേ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മൈൻഡ് ആൻഡ് മണി. ഇങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്ക് മൈൻഡ്, മണി ആൻഡ് ടൈം, ഇത് മൂന്നും നമ്മൾ എടുത്തുകൊണ്ട് നിങ്ങൾ എത്ര ക്രിയാത്മകമായി നിങ്ങൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത്. നമ്മൾ ഈ കൺസെപ്റ്റിനെ നമ്മൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഷുഡ് നോ ദാറ്റ് വാട്ട് വി ഹാവ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി നമുക്ക് ലഭിക്കുന്ന ഒരു ആയുസിനെയാണ് നമ്മൾ ആദ്യമേ പരിഗണിക്കുക. പേഴ്സണൽ ഫൈനാൻസിൽ നമുക്കൊരു ഗ്രോത്ത് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആവറേജ് ഗ്രോത്ത് സ്പാൻ, ലൈഫ് സ്പാൻ ഉണ്ട്. ഈ ലൈഫ് സ്പാനിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗോൾ സെറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആവറേജ് ഒരു ഇന്ത്യക്കാരനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 60 years ആണ്. ഈ 60 years നമ്മുടെ കുട്ടിക്കാലം കഴിഞ്ഞു പോകണം, സ്കൂളിങ് കഴിഞ്ഞു പോകണം, കോളേജ് ലൈഫ് കഴിഞ്ഞു പോകണം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നീട് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ആക്ച്വൽ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾ സുഭാഷ് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഒരു ഒറ്റ സ്ലൈഡ് വർക്ക്ഔട്ട് ചെയ്തു. അപ്പോ ഒരു 60 years ഞാനും നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഗ്രേറ്റ് നമ്പർ ഓഫ് ഡേയ്സ്. അതായത് 60 × 365 എന്ന് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ചെയ്യുന്നത് 21,900 years എന്നാണ്. ഏകദേശം ഈ 22,000 years മാത്രമാണ്, ഡേയ്സ് മാത്രമാണ് നമുക്കുള്ളത്. ഈ ഒരു 22,000 years നമ്മുടെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞു പോകണം, എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ എവിടെയാണ് നമുക്ക് നമ്മുടെ ഗോൾ സെറ്റിങ്ങിന് സമയം, എവിടെ വെച്ചാണ് നമ്മൾ അത് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നാണ് ഒരു പ്രധാന ചോദ്യം. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു 60 നമ്മൾ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 1/3 എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഇല്ലാത്ത സമയമാണ് നമ്മുടെ 1/3 ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് ജസ്റ്റ് 40 years മാത്രമാണ്. ഈ 40 years നമുക്ക് ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ പലപ്പോഴും
ഒരാൾ വിചാരിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു, ഒരു വ്യക്തി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ രക്ഷിക്കാൻ പാടുപെടുന്ന ഏതാനും ആളുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടാവും. ഒരു കുടുംബം രക്ഷിക്കാൻ അതിൽ പാടുപെടുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അത്തരം ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ ആളുകൾക്കും വിജയിക്കാൻ കഴിയുന്നത്. ഇതിന് നമ്മൾ സാധാരണ അതിനൊരു ടെക്നിക്കൽ വേർഡ് നമ്മൾ കൊടുക്കാറില്ല. പക്ഷെ അതിന് നമ്മൾ പറയുന്നത് മെന്ററിങ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് മെന്ററിങ്ങിന്റെ ക്വാളിറ്റി ഞാൻ ഇതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പറ്റുമെങ്കിൽ പെന്നും പെൻസിലൊക്കെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. കാരണം നമ്മൾ ഏത് ട്രെയിനിങ്ങിലും നമ്മൾ ഒരു വെറും കൈയോടെ നിങ്ങൾ പോയി ഇരിക്കരുത്. കാരണം അരമണിക്കൂറാണേലും ഒരു മണിക്കൂറാണെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ചെറിയ പോയിന്റുകൾ നമുക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾ ഉപകാരപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പെന്നും പെൻസിലും വേണമെന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അതിന്റെ പിക്ചർ തന്നു. എന്താണ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ കയ്യിലുള്ളത്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ടൈം. ഈ ടൈമിനെ നമ്മൾ വീണ്ടും ഡിസൈൻ ചെയ്തപ്പോൾ നമുക്കൊരു 60 വർഷത്തെ ടൈം സ്പാൻ കിട്ടി. അതിൽ 1/3 ഫസ്റ്റ് 20 ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഇല്ല. നെക്സ്റ്റ് 40 ഇയേഴ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ഗെയിന്, ഗോൾ സെറ്റിംഗ്, അതിലൂടെ നമ്മൾ ജീവിക്കണം, അതിലൂടെ നമ്മൾ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഇതാണ് ഞാൻ പറയുന്ന ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ഏരിയകളിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും എന്ന് ചോദിച്ചാൽ വി ഹാവ് ഡിഫറെന്റ് ഓപ്ഷൻസ്. ഇപ്പൊ നമ്മൾ സാധാരണ വളരെ പഴക്കം ചെന്ന രണ്ട് ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് നിങ്ങൾക്ക് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന്. പക്ഷെ കാലം മാറുന്നതോട് കൂടി മറ്റ് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഫിനാൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ സാധ്യതയുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിങ് മെത്തേഡ് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയി വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൂള്, അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന വസ്തു നമ്മൾ അതിന്റെ കൃത്യമായ അളവിൽ യഥാർത്ഥ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിലൂടെ നമുക്ക് ലാഭം എടുക്കാനുള്ള ഒരു സാധ്യത അതിനുണ്ടായിരിക്കണം. ഇതിന് പറയുന്ന പേരാണ് അതിന്റെ ഇൻട്രൻസിക് വാല്യൂ കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നിക്ഷേപം നടത്തുക എന്നത്. ഇപ്പൊ നമ്മൾ ലാൻഡിലാണേലും ഗോൾഡിലാണേലും മറ്റേത് ഇൻവെസ്റ്റ്മെന്റ് ആണേലും അതിന്റെ കറക്റ്റ് ഇൻട്രൻസിക് വാല്യൂ നോക്കിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ then you have a great opportunity to get good profit. അതല്ല, നിങ്ങൾ ഇൻട്രൻസിക് വാല്യൂ ഒന്നും മനസ്സിലാക്കാതെ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഇൻട്രൻസിക് വാല്യൂ കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടത്തിൽ വരും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ പല രൂപത്തിലും അതാത് മേഖലകളിൽ എക്സ്പെർട്ട് ആയ ആളുകൾ ഉണ്ടാവും. അപ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ സ്ഥിരമായി ലാൻഡ് വാങ്ങുകയും വിൽക്കുകയും അതാത് ജോഗ്രഫിയിൽ ഏത് വിലക്ക് നടക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എക്സ്പെർട്ട് ഉണ്ടാവും. അത്ര ആളുകളെ സമീപിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊന്ന് ഗോൾഡ് ഉണ്ട്. ഗോൾഡ് എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ട് എങ്കിലും പലപ്പോഴും ഒരു 25 വർഷത്തിൽ ഒരിക്കൽ ഗോൾഡിന്റെ പ്രൈസ് പലപ്പോഴും താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഏറ്റവും റിവേഴ്സ് മെക്കാനിസത്തിലാണ് ഗോൾഡ് റേറ്റ് മൂവ് ചെയ്യുന്നത് എങ്കിൽ ആ സമയത്ത് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് ഇറ്റ്സ് എ ഡെഡ്ലി ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അത്തരം ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സീസണാലിറ്റി കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു ഏരിയയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ ബാങ്ക് FD, ഗവൺമെന്റ് ബോണ്ട്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്നെല്ലാം പറയുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാ ആളുകൾക്കും സൂട്ടബിൾ ആണോ എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഇൻട്രസ്റ്റും അദ്ദേഹത്തിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എത്രമാത്രം ഈ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അതിനെ ടോളറേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫൈലാണ് സ്യൂട്ടബിൾ ആവുക എന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന് പറയുമ്പോൾ പല ആളുകളും നമുക്ക് ലാൻഡ് കാണിച്ചു തരും,
അല്ലെങ്കിൽ ഗോൾഡ് പറഞ്ഞുതരും, അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പറഞ്ഞുതരും. പക്ഷെ അതല്ല, നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയെ നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾ നമുക്ക് പറഞ്ഞു തരാനും ഡിസൈൻ ചെയ്ത് തരാനും പറ്റുന്ന ഒരാളെ നിങ്ങൾ സമീപിച്ചുകൊണ്ട് കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ നമുക്ക് കഴിയും. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടും ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ലോകക്രമത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരാളോ അല്ലെങ്കിൽ ഒരു രാജ്യമോ മാത്രം വിചാരിച്ചാൽ നമുക്ക് ഗോൾഡിന്റെ പ്രൈസ് മാറാൻ കഴിയില്ല. പക്ഷെ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഒരു ഫണ്ട് മാനേജർ വിവിധ തരം ഇൻവെസ്റ്റ്മെന്റ് ഏരിയകളിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും പ്രോഫിറ്റ് നേടി അതിന്റെ പ്രോഫിറ്റ് ഡിവിഡൻഡ് അതാത് ആളുകൾക്ക് വീണ്ടും തിരിച്ച് ലാഭമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പകരം അത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്ത് ആ ഫണ്ടിനെ നിയന്ത്രിക്കുന്ന ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റത്തെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ നിങ്ങൾക്ക് ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്തരം ഒരു ഇൻവെസ്റ്റ്മെന്റ് മാനേജറെ നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഗോൾഡിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാല് ഹാർഡ് ഗോൾഡ്, അതായത് ജ്വല്ലറി ഗോൾഡ് വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഗോൾഡ് ഇന്ന് അവൈലബിൾ ആണ്. ഈ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാല് അതിന് നിങ്ങൾക്ക് മേക്കിംഗ് ചാർജസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തിരിച്ച് വിൽക്കുന്ന സമയത്ത് അതിലൊരു കുറക്കലോ കിഴിക്കലോ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ലിറ്ററലി ഏത് വിലക്കാണ് നിങ്ങൾ ഗോൾഡ് വാങ്ങിയത് അതിന്റെ ഒരു സ്റ്റാറ്റിക് വാല്യൂ ഈ ഗോൾഡിന് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് വാങ്ങിയ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വാങ്ങിയ ഗോൾഡ് ഇന്ന് ഒരു പുതിയ വിലക്ക് നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ കുറക്കലും മറ്റുള്ള ചെലവുകളൊന്നും ഇല്ലാതെ തന്നെ അതാത് കറക്റ്റ് ഇൻട്രൻസിക് വാല്യൂ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാനും വിൽക്കാനും കഴിയുന്നു എന്നൊരു ഗുണം അതിനുണ്ട്. പൊതുവെ എനിക്ക് തോന്നുന്നത് ഈ ഗോൾഡ് ഉപയോഗിക്കുന്ന ആള് നമ്മുടെ സമൂഹത്തിൽ 5% പോലും ഇല്ല. ഈ ഗോൾഡ് ഉപയോഗിച്ചു കഴിഞ്ഞാല് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഒരു സെക്ടർ തകർന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗോൾഡിനെ വളരെ തുറന്ന ഭാഷയിൽ ഈ ഗോൾഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അതേ അവസരത്തിൽ ഇത്തരം ഏരിയകളിൽ ഇത്തരം അക്കാഡമിക് തലങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഗോൾഡിനെ നമ്മൾ പരിചയപ്പെടുത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് LIC എന്ന് പറയുന്നത്. LICയെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് കാരണം നമുക്ക് ലൈഫിൽ ധാരാളം റിസ്കുകൾ വരുന്നുണ്ട്. ഈ റിസ്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ലൈഫ്, ഞാനും നേരത്തെ പറഞ്ഞു 60 വയസ്സ് എന്ന് പറയുന്നത് ആർക്കും ഗ്യാരണ്ടീഡ് അല്ല. ബിയോണ്ട് അവർ കൺട്രോൾ ഈ സംതിങ് ഗോസ് റോങ്, പിന്നെ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിലാണ് നമുക്ക് LIC പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഉപകാരപ്പെടുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് LICയിലാണ് നടത്തുന്നത് എങ്കിൽ അത് നിങ്ങൾക്കല്ല, അത് നിങ്ങളുടെ കുടുംബത്തിനാണ് എന്നാണ് ഞാൻ പറയാറ്. LICയുമായി ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ജ്യോതി ബസു ഈസ് എ ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടന്റ്. അദ്ദേഹം ഒരു പോലീസുകാരന് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 25 ലക്ഷത്തിന്റെ ഒരു സ്കീമാണ് ഇത്. ഇത്രയും അടച്ചു കഴിഞ്ഞാൽ ഒരു 2-3 അടവ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് വളരെ കുറയുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്കത് ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ തിരിച്ചറിഞ്ഞത് ഈ വ്യക്തി മരണപ്പെട്ടു എന്നും തന്നെയുമല്ല എന്തോ പ്രശ്നം കാരണം അവരുടെ വീട് വിൽക്കുന്നു എന്നാണ്. അപ്പോ ജ്യോതി എന്നോട് പറയുന്നത്, അമീർ ഷാ, എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാല് അന്ന് അദ്ദേഹം 25 ലക്ഷത്തിന് ആ ഒരു പോളിസി എടുത്തിരുന്നുവെങ്കിൽ എനിക്ക് അവർക്ക് ആ 25 ലക്ഷത്തിന്റെ ഒരു പോളിസി റിട്ടേൺ കൊടുക്കാമായിരുന്നു. ഒരു ബാധ്യതയും ആ കുടുംബത്തിന് ഉണ്ടാകുമായിരുന്നില്ല. അവരുടെ വീട് വിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഗുണം ലഭിക്കുന്നത് നമ്മുടെ ഫാമിലിക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നല്ല, ഇത്തരം LIC പോലുള്ള ഒരു സ്കീമില് നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുക എന്നത് നമുക്ക് ലൈഫിലെ
ഒരു ഫ്യൂച്ചർ ത്രെട്ട്, നമ്മുടെ ഫാമിലിക്ക് വരാവുന്ന ഒരു ഫ്യൂച്ചർ ത്രെട്ടിനെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാനും ടോളറേറ്റ് ചെയ്യാനും അതിനെ ഹെഡ്ജ് ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മൾ LIC ഉപയോഗിക്കുന്നത്. അത് ഒരിക്കലും നിങ്ങൾ ലാഭം നോക്കി ചെയ്യേണ്ടല്ല, പക്ഷെ ഒരു പരിധി വരെ നമ്മൾ അത് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സമ്പത്തും കാർന്നു തിന്നുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഏത് അസുഖമാണ് നമുക്ക് വരിക എന്നല്ല, പക്ഷെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം, നമുക്ക് മുന്നോട്ട് പോകണം എന്നെല്ലാം പറയുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം വരുമ്പോൾ അതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റിംഗ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഹെൽത്ത് പോളിസി വേണം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം, അതോടൊപ്പം തന്നെ ചെറിയതോ കൂടിയതോ ആയ ഒരു LIC പോലുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിലും നിങ്ങൾ പങ്കാളികളായിരിക്കണം എന്നാണ് പറയുന്നത്. അതല്ല എങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ അഡ്വൈസ് തരും, മറുഭാഗത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കും അതും അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും കൊടുക്കേണ്ടി വരും. അതിനെ ഹെഡ്ജ് ചെയ്യുന്നതിനും അതിൽ നിന്നും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കൃത്യമായി രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ LIC ഓർ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം എടുക്കണമെന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് നോക്കാം, ബാങ്ക് FD എന്ന നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണ് ബാങ്ക് FD എന്ന് പറയുന്നത്? ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ലീസ്റ്റ് ബെനിഫിറ്റ് നൽകുന്ന ഒരു FD ആണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് FD എന്ന് പറയുന്നത്. എന്തുകൊണ്ട് FD ആളുകൾ ഉപയോഗിക്കുന്നു, അതിന്റെ മെറിറ്റ്സ് എന്താണ് അതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാല്, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ബാങ്കുകൾക്ക് ധാരാളം ക്യാഷ് ആവശ്യമുള്ള ഒരു സമയത്ത് അവരുടെ കയ്യിൽ ലിക്വിഡിറ്റി കുറഞ്ഞൊരവസരത്തിൽ ബാങ്ക് നല്ല ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ബാങ്കുകൾ എന്ന് പറയുന്നത് ക്യാഷ് റിച്ച് ആണ്. അവരുടെ ക്യാഷ് അവർക്ക് ഉപയോഗിക്കാൻ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടും അവരുടെ കോസ്റ്റ് കൂടി വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മുമ്പ് 12% ഒക്കെ ഇൻട്രസ്റ്റ് നൽകിയിരുന്ന ബാങ്കുകൾ ഇന്ന് 7% ഓർ ബിലോ 7% ഒക്കെ കിട്ടുന്നത് FD ആണെങ്കിൽ. അല്ല, നോർമൽ ആണെങ്കിൽ ഐ തിങ്ക് യു വിൽ ഗെറ്റ് അറൌണ്ട് 3.5 സംതിങ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങളുടെ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നത് നഷ്ടത്തിലേക്കാണ് കുതിക്കുന്നത്. 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാല് സത്യത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു റിട്ടേൺ വന്നാൽ പോലും യുവർ ക്യാഷ് ഈസ് ഇൻ ലോസ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പൊതുവിൽ നമ്മളൊരു 12-15% ഇൻഫ്ലേഷൻ നമ്മൾ പറഞ്ഞാലും, നിങ്ങൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ആ സെക്ടറിന്റെ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്. അതാണ് നിങ്ങൾ എടുക്കേണ്ട നിങ്ങളുടെ ഇൻഫ്ലേഷൻ റേറ്റ്. ഇപ്പൊ നിങ്ങൾ ഒരു മെറ്റൽ സെക്ടർ അതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഈ മെറ്റൽ സെക്ടർ നേടുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്. അതാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. കാരണം യു ആർ പാർട്ട് ഓഫ് ആൻ സെക്ടർ. ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഏരിയയിലാണെങ്കിൽ അതല്ല മറ്റേതെങ്കിലും ഏരിയയിലാണെങ്കിൽ അത്തരം ഏരിയകൾ കൂടി പരിഗണിച്ചായിരിക്കണം നമ്മൾ ഈ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു നഷ്ട കച്ചവടമാണ്. ഈ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ എന്ന് ചോദിച്ചാൽ ഇസ് ബെറ്റർ ദാൻ എനി അതർ തിങ്. പക്ഷെ ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് അതിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ആർക്കും ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് FD എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്യാപിറ്റൽ ഗ്രോത്ത് നിങ്ങൾക്ക് കാണും, പക്ഷെ യു വിൽ നോട്ട് ഗെറ്റ് ദ കറക്റ്റ് ഗ്രോത്ത്. കാരണം വർഷാവർഷം നമുക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇൻഫ്ലേഷൻ ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് FD വിൽ നോട്ട് ഗിവ് യു ദാറ്റ് മച്ച് ഗ്രോത്ത്. അതിനെ നമുക്ക് ഹെഡ്ജ് ചെയ്യുന്നതിനും അതിനെ കുറച്ചുകൂടി ബെറ്റർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്, യു ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 15% ഗ്രോത്ത് ഏത് പോർട്ട്ഫോളിയോ എടുത്താലും നമുക്ക് കിട്ടും. അതേ അവസരത്തിൽ ഇതിന്റെ ഒരു കോമ്പൗണ്ടിങ് എന്നതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ലാഭം എടുക്കുക എന്നൊരു ഉദ്ദേശത്തിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. യു ഹാവ് ടു ഗോ ഫോർ 10 to 20-25 years.
അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ വലിയ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പൊ പല ആളുകളും, എല്ലാ ആളുകൾക്കും ഗവൺമെന്റ് ജോബ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ പല ആളുകളും പ്രൈവറ്റ് ജോബിലാണ്. പക്ഷെ ഒരു ഗവൺമെന്റ് എംപ്ലോയി അദ്ദേഹം ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞു വരുമ്പോൾ ലഭിക്കുന്ന പെൻഷൻ എത്രയാണോ അതിനേക്കാൾ കൂടിയ മടങ്ങ് അദ്ദേഹം കൊടുക്കുന്ന പെൻഷൻ സ്കീമിലേക്ക് കൊടുക്കുന്ന ഒരു ക്യാഷ് നിങ്ങൾ ഇന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ബെറ്റർ റിവാർഡ് ദാൻ ഗവൺമെന്റ് എംപ്ലോയീസ്. ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും 500 രൂപ ഗഡുക്കളായിട്ട് പോലും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. പക്ഷെ പലപ്പോഴും SIP എന്നും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റും എന്ന 2 സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു സുഖം നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് SIP ആണ് ആളുകൾ പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗ്രോത്ത് വരണമെങ്കിൽ നിങ്ങൾ ഒരു വലിയ തുക സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടിയ ലാഭം എടുക്കുക. ഇനി അത് 5000 ആവട്ടെ 500 ആവട്ടെ ഏതാണെങ്കിലും ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ റിട്ടേൺ ലഭിക്കും. എൻ്റെ ഒരു ലൈഫ് എക്സാമ്പിൾ, ഞാൻ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരുന്നു ICICI ബാങ്കിന്റെ 2 മ്യൂച്വൽ ഫണ്ട്. അതിൽ 5000 വെച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് റിട്ടേൺ എടുത്തത് ഇറ്റ് വാസ് മോർ ദാൻ 40,000 rupees. അത് നമ്മൾ വലിയൊരു അനാലിസിസോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഗോൾ സെറ്റിങ്ങോ ഒന്നും നടത്താതെ നല്ലൊരു ഫണ്ട് തെരഞ്ഞെടുത്ത് അതിൽ നിക്ഷേപിച്ചു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കേൾക്കുന്ന ആൾക്ക് ഇതിന് ഉപകാരപ്പെടണമെങ്കിൽ യു ഹാവ് ടു തിങ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല ഏരിയകളിലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ജിയോജിത്ത് പോലുള്ള ഏതെങ്കിലും ബ്രാഞ്ചിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുന്ന ഓഫീസേഴ്സ് എല്ലാ ബാങ്കുകളിലുമുണ്ട്. അവരോട് പറഞ്ഞാൽ മതി എനിക്കൊരു മ്യൂച്വൽ ഫണ്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ അഡ്വൈസ് യു. യു ഡോണ്ട് നീഡ് ടു ഗോ ഫാർ ബിയോണ്ട്. അതാണ് അതിന്റെ ഒരു ഗുണം. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെന്റ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഒരു ബാങ്ക് FD പോലെ തന്നെ വലിയ മോശമല്ലാത്ത ഒരു ലാഭം നൽകുന്ന ഒരു ഏരിയയാണ് ഗവൺമെന്റ് ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ബോണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 100% ഗ്യാരണ്ടീഡ് ആണ്. അതേ അവസരത്തിൽ നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ ക്യാപിറ്റൽ എന്തെങ്കിലും സംഭവിച്ചാൽ തിരിച്ചു തരണമെന്ന ഒരു ബാധ്യത ബാങ്കുകൾക്ക് ഇല്ല. അത് നിങ്ങളോട് ഒരിക്കലും ഒരു ബാങ്ക് തുറന്ന് പറയുകയുമില്ല. പക്ഷെ അതൊരു നിയമമാണ്, അതൊരു പ്രശ്നം ആണ്. പക്ഷെ ബാങ്കുകൾ മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണൽ ബോഡികളായതുകൊണ്ടും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മണി മാനേജ്മെന്റ് അറിയുന്ന ആളുകളായതുകൊണ്ടും നമ്മുടെ നാട്ടിൽ ബാങ്കുകൾ ബാങ്ക്രപ്റ്റ് ആവുന്ന ഒരു സാഹചര്യം വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ബാങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവാത്തതും ഇല്ലാതെ വരുന്നതും. പക്ഷെ സെക്യൂരിറ്റി വൈസ് നമുക്ക് കുറച്ചുകൂടി ലാഭം ഗവൺമെന്റ് ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തെറ്റാത്ത ലാഭം കിട്ടും. ഇനി ഇതിനേക്കാൾ കൂടിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന ഒരു ഓഹരികളിൽ നമുക്ക് നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും ഒരു ടോളറൻസ് റേഷ്യോ ഉണ്ട്, റിസ്ക് റേഷ്യോ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും റിസ്ക് കൂടിയത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രോഫിറ്റ് കൂടുന്നതും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിലാണ്. നിങ്ങൾക്ക് റിസ്ക് ഏറ്റവും കുറയണമെങ്കിൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ലാൻഡ്, ദെൻ തിങ്ക് ഓഫ് ഗോൾഡ്, ദെൻ തിങ്ക് ഓഫ് മ്യൂച്വൽ ഫണ്ട്, ദെൻ തിങ്ക് ഓഫ് ഗവൺമെന്റ് ബോണ്ട്. അങ്ങനെ ഏത് ചോയ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഈസ് അപ് ടു യു. പക്ഷെ അപ് ടു യു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ അത്ര ചെറുതായി കാണാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഒരു ഗോൾ സെറ്റിംഗ് എത്ര വലുതാണ് അതിനനുസരിച്ചാണ് നമുക്ക് റിസ്ക് എടുക്കേണ്ടത്. ഇപ്പൊ ഒരാൾ പറയാണ് എനിക്ക് 60 വയസ്സ് നിങ്ങൾ പറഞ്ഞു,
എനിക്കൊരു മാസത്തിൽ ഒരു 2 ലക്ഷം വരുമാനം ഉണ്ടാവുന്ന ഒരു ബിസിനസ്സിനെ എനിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് അത്രയും റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ അത് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു പ്ലാന്, ഒരു ഫിനാൻഷ്യൽ പ്ലാന് നമുക്കൊരു പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് തരണമെങ്കിൽ നമ്മൾ പറയുന്ന അതേ 1, 2, 3 പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാൻ കഴിയില്ല. ഇതാണ് ഈ ഫിനാൻഷ്യൽ ഗോൾ സെറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതാം. ഇനി നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റിംഗിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ മെന്റർ അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ചിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത്. ലൈഫ് കോച്ചിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതാത് മേഖലകളിൽ എക്സ്പെർട്ട് ആയ ഒരാളായിരിക്കും. നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒരു നല്ല ഡോക്ടറെ തിരഞ്ഞെടുക്കുന്നത് പോലെ, ഒരു കോടതിയിലേക്ക് പോകുമ്പോൾ ഒരു നല്ല വക്കീലിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വളരെ എക്സ്പെർട്ട് ആയ ഒരു ആളെ നിങ്ങൾ കണ്ടെത്തുകയും അദ്ദേഹത്തെ നിങ്ങൾ പോയി കാണുകയും അവരോട് തുറന്നു പറയണം കാര്യങ്ങൾ. നിങ്ങൾ ആരാണ് എന്നും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞ ശേഷം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം എടുക്കുക. ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ലൂസ് ദ ടൈം. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഒരു പേഴ്സണൽ മെന്ററെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഹി ക്യാൻ ഗിവ് യു സപ്പോർട്ട് ആൻഡ് ഹി ക്യാൻ ഗൈഡ് യു ഫോർ ഗ്രോത്ത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഈസ് എ സോഴ്സ് ഫോർ നോളജ്. കാരണം അതാത് മേഖലകളിൽ എക്സ്പെർട്ട് ആയ ആളുകളെ മാത്രമേ നമുക്ക് പേഴ്സണൽ മെന്ററിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹി വിൽ ഹെൽപ്പ് യു ഫോർ ഗോൾ സെറ്റിംഗ്. ഇതാണ് മറ്റൊരു ഘടകം. മറ്റൊന്ന് ഈ മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി എന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു മെന്റർ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് അദ്ദേഹം ഒരു കാഷ്വൽ മെന്റർ അല്ല. ഈസ് റെസ്പോൺസിബിൾ ഓൺ യു. നിങ്ങളുടെ ഫാദർ എത്രമാത്രം റെസ്പോൺസിബിൾ ആണ് നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ജ്യേഷ്ഠൻ എത്രമാത്രം റെസ്പോൺസിബിൾ ആണ് നിങ്ങളെ കുറിച്ച്, അതിലേറെ റെസ്പോൺസിബിൾ ആയിരിക്കും ഒരു മെന്റർ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയും ബോധവും അദ്ദേഹത്തിന് ഉണ്ടാവും. അദ്ദേഹം പറയുന്ന ഒരു ഘടകത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈസ് അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. പിന്നെ ഹി വിൽ ഓഫർ യു എൻകറേജ്മെന്റ്. നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തന്നുകൊണ്ട്, നിങ്ങൾക്ക് നല്ല സ്കിൽ ബൂസ്റ്റിംഗ് തന്നുകൊണ്ടും നിങ്ങളെ ലൈവായിട്ട് നിലനിർത്താൻ കഴിയുന്ന ഒരാളായിരിക്കണം ഈ മെന്റർ എന്ന് പറയുന്നത്. പിന്നെ ഹി വിൽ ഗിവ് യു കണക്ഷൻസ്. നമുക്കൊരു കണക്ഷൻ കിട്ടുക എന്നതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ വിജയം. അപ്പൊ ഞാനും നിങ്ങളും JC എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരാനും ഈ ഒരു വേദിയിൽ പലപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നത് ഒരു കണക്ഷനാണ്. നമുക്ക് ധാരാളം നല്ല ഫ്രണ്ട്സ് കിട്ടുന്നത് ഈ കണക്ഷൻ ത്രൂ ആണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോകണം, ആരുമായി കണക്ട് ചെയ്യണമെന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു സോഴ്സ് ഓഫ് കോണ്ടാക്ട് ആണ് നമ്മുടെ പേഴ്സണൽ മെന്റർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് ഈ മസ്റ്റ് ബി ട്രസ്റ്റ് വർത്തി ആൻഡ് ഹി വിൽ ബി വില്ലിംഗ് ടു ലിസൺ. നിങ്ങളെ കേൾക്കുന്ന ഒരാളായിരിക്കണം, നിങ്ങളെ കേൾക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൽ ഒതുങ്ങണം. ഇത്തരം കഴിവുകളുള്ള ഒരാളെയാണ് നിങ്ങളൊരു പേഴ്സണൽ മെന്ററായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ അവസാനമായി നിങ്ങളൊരു പേഴ്സണൽ മെന്റർ ആണ് എങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ക്വാളിറ്റിയാണ് വളരെ കൺസ്ട്രക്റ്റീവായി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരിക എന്നത്. അതായത് ഞാനിപ്പോ സുഭാഷുമായി സംസാരിക്കുകയാണെങ്കിൽ സുഭാഷിനെ ഞാൻ കൃത്യമായി വിലയിരുത്തി അതിന്റെ വ്യക്തമായ രൂപത്തിലും നിർദ്ദേശക രൂപത്തിലും അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കാം. പലപ്പോഴും പല ഉപദേശങ്ങളും പോസിറ്റീവ് ആയിരിക്കാം, പക്ഷേ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഉപദേശിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്ന ഒരു മെന്റർ ഉണ്ടെങ്കിൽ വി വിൽ ബി ഹാപ്പി ടു get such person and will be ready to grow further. So my friend, I think I'm cutting off my session. അരമണിക്കൂറാണ് നമ്മളത്. We have to be within the time and thank you very much and we'll meet again. Thank you very much. Back to you, Control Subhash. Welcome. Thank you, Amisha sir. A wonderful information and session. Okay. Open forum and feedback. മിർഷ ജലീൽ മഞ്ചേരി. Yes sir. അടിപൊളി ക്ലാസ് ആയിട്ടുണ്ട്. ഇത് ഗംഭീര ക്ലാസ് ആയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വളരെയധികം നല്ലൊരു
ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് അതിൽ റിസ്ക് അല്ലേ അമീർ ഷാ? നമ്മളിപ്പോ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാലേ നമ്മളെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നഷ്ടപ്പെടുമോ അതോ നമുക്ക് അത് തന്നെ തിരിച്ചു കിട്ടുമോ? എന്താ കൂടി ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. സാറേ എന്നോടിപ്പോ ചോദിച്ചു കഴിഞ്ഞാല് റിസ്ക് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ. കാരണം അന്ന് ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. ധാരാളം ആളുകള്, അതായത് കമ്പനികള്, ബാങ്കിങ് കമ്പനികള് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന ഒരു ടൈറ്റിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ ലൂട്ട് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ 10,000 രൂപയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് സ്ട്രൈറ്റ് അവേ 4,000 റുപ്പീസ് അവർ ഡിഡക്ട് ചെയ്യും. അതായത് 40,000 to 50,000 40 to 50% അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് അവർ കമ്മീഷനായി എടുത്ത ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആയിരുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ സെബി പോലുള്ള ബോഡികള് പിന്നീട് അതിൽ കുറെ നിയന്ത്രണങ്ങൾ കൊടുന്നു. ഒരു മ്യൂച്വൽ ഫണ്ട് കൊടുന്നു കഴിഞ്ഞാല് അത് കൊണ്ടുവരാനും അത് ക്ലോസ് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ നോക്കാനും മ്യൂച്വൽ ഫണ്ടിനെ നിയന്ത്രിക്കാനും ബോഡികൾ വന്നിട്ടുണ്ട്. ആംഫി എന്നൊരു ബോഡി ഉണ്ട്, അതുപോലെ സെബി, ഇവരൊക്കെ ധാരാളം നിയന്ത്രണങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഒരു ഫേക്ക് കമ്മ്യൂണിക്കേഷൻസ് ഇത്തരം ബോഡികൾക്ക് ഇന്ന് പറ്റില്ല. അതുകൊണ്ട് നല്ല കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ചും ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ കോണ്ട് മ്യൂച്വൽ ഫണ്ടുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫണ്ടുകൾ ലഭിക്കും. ഇപ്പൊ ഞാൻ തന്നെ നമ്മുടെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളൂ, GROWW ഗ്രോ എന്നൊരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും. ഏത് മ്യൂച്വൽ ഫണ്ടും, ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഒരു എക്സ്ട്രാ ചെലവും കൂടാതെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗ്രോ, GROWW. അതിൽ ധാരാളം നല്ല മ്യൂച്വൽ ഫണ്ടുകൾ വരുന്നുണ്ട്. നമ്മൾ അതിൽ നോക്കിയിട്ടാണ് നമ്മുടെ ആളുകൾ പറയുന്നത് നിങ്ങൾ ഇന്ന മ്യൂച്വൽ ഫണ്ട് എടുത്തോളൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം നിങ്ങൾ ഇത് കേട്ടു, ഇന്നിപ്പോ നിങ്ങൾ ഗ്രോ എടുത്ത ശേഷം നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്നോട് ചോദിച്ചു ഇന്ന മ്യൂച്വൽ ഫണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്യാൻ ഐ ടേക്ക് ഇറ്റ് ഓർ നോട്ട്? പക്ഷെ ഞാൻ അതിനെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ഗ്രോത്ത് പ്രോബബിലിറ്റി നോക്കിക്കൊണ്ട് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുന്നത് ഇക്വിറ്റിയിലാണ്. കാരണം നമ്മൾക്ക് നൽകുന്ന ഇൻവെസ്റ്റ്മെന്റിന് മൾട്ടിപ്പിൾ റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടബിലിറ്റി കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് ലോസ് വരിക എന്നത് ഈസ് ആൾമോസ്റ്റ് സീറോ. Okay, thank you, sir. Thank you. സർ, ഒരു സംശയമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ഈ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തുനിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും മറ്റൊരു ഭാഗത്ത് വായ്പയായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭമാണല്ലോ. അപ്പൊ നമ്മള് ബാങ്കില് നഷ്ടക്കച്ചവടമാണ് എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിലേക്കുള്ള ഫണ്ട് വരവിന്റെ നല്ലൊരു ബാധിക്കില്ലേ അത്? അപ്പൊ അങ്ങനെ ആകുമ്പോ അത് ആത്യന്തികമായിട്ട് ബാധിക്കുന്നത് സാധാരണക്കാർക്കുള്ള ഒരു ധനസഹായം ലഭിക്കുന്നതല്ലേ? അവരെ ആശ്രയിക്കുന്നത് എപ്പോഴും ബാങ്കിനെ അല്ലേ? നല്ല ചോദ്യമാണ്. സത്യത്തില് ഈ മെക്കാനിസം ഗ്ലോബലി മാറാൻ പോവാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ സിസ്റ്റം എന്താന്ന് വെച്ചാല് ബാങ്കിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നു, ബാങ്ക് സാധാരണക്കാരന് വലിയ മോശമല്ലാത്തൊരു FD റിട്ടേൺ തരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ FD റിട്ടേൺ പൊതുവിൽ ഇനി നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കമ്മിയാണ്. ഇനി ബാങ്കുകള് ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് മാറും. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ക്യാഷ് നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് കാലം കഴിഞ്ഞാല് നമ്മുടെ ക്യാഷ് എത്ര ബാങ്കിലുണ്ട് അതിന് തത്തുല്യമായ ഒരു സർവീസ് ചാർജ് അവർ തിരിച്ചു വാങ്ങും നമ്മളെടുത്ത്. ഇപ്പൊ ഞാൻ 10 ലക്ഷം ബാങ്കിൽ എൻ്റെത് ഉണ്ട് എങ്കിൽ ആ ക്യാഷ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ദേ വിൽ ചാർജ് യു സംതിങ്. അപ്പൊ അങ്ങനെ ഒക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലെ ഇനി ബാങ്കിങ് മേഖല വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ധാരാളം സേഫ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ ഒരിക്കലും നമുക്ക് ബാങ്ക് എന്നൊരു സംവിധാനത്തെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നൽകാനും പറ്റില്ല. കാരണം ബാങ്ക് ഇല്ലാതെ
എനിക്കോ നിങ്ങൾക്കോ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, എത്രയാണോ ബാങ്ക് ഡിമാൻഡ് ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കാൻ നിർബന്ധിതരാകും. കാരണം എനിക്കും നിങ്ങൾക്കും നമ്മുടെ ക്യാഷ് നമുക്ക് ഒരിക്കലും വീട്ടിൽ വെക്കാൻ കഴിയില്ല. ഒരു സുരക്ഷിത ഏരിയയിൽ വെക്കണമെങ്കിൽ ദാറ്റ്സ് ദ ഓൺലി സിസ്റ്റം ഈസ് ബാങ്ക്. അതുകൊണ്ട് നമുക്ക് ബാങ്കിന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ ദേ ആർ മേക്കിംഗ് മണി. ഈവൻ ഇന്നത്തെ ബാങ്ക് എന്ന് പറയുന്നത് ലോൺ കൊടുത്തുകൊണ്ട് മാത്രമല്ല അവർ നിലനിൽക്കുന്നത്. അവർ വിവിധ തരം സേവനങ്ങൾ നൽകിക്കൊണ്ട് അവർ ലാഭം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാങ്കുകള് ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ ലിക്വിഡിറ്റി അവർ വീണ്ടും മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ ഗോൾഡിലും അതുപോലെ ഇക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് നമ്മളെപ്പോലുള്ള ആളുകൾ ബാങ്കിലേക്ക് ചെന്നിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഏരിയ, അവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് സേഫ് ആണോ? യെസ്, സേഫ് ആയിരിക്കണം. നിങ്ങൾക്ക് ഗോൾഡിന് ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒക്കെ റിസ്ക് റേഷ്യോ, അത് ലിക്വിഡിറ്റി റേഷ്യോ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു സ്വയം തീരുമാനം എടുക്കാതെ അതുമായി അറിയുന്ന ഒരാളുമായി സംസാരിച്ച ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ മറ്റേ എന്താ പറയാ സാറ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യൂ ചാറ്റ് ബോക്സില്. എല്ലാവരും നമ്പർ ചോദിക്കുന്നുണ്ട്. നമുക്ക് നമ്പർ ഞാന് എന്റേത് 85 എഴുതിക്കോളൂ. സാർ പറഞ്ഞോളൂ, ഞാൻ ടൈപ്പ് ചെയ്ത്. ഓക്കെ, 85 47 48 47 69. 47 69. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കഴിയുന്നതും എന്നെ വിളിക്കുന്നത് 4 മണിക്ക് ശേഷമായിരിക്കണം. കാരണം ഞാൻ എന്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 9 to 4 ആണ്. അത് ഞാൻ ഒരുവിധം കഴിയുമെങ്കിൽ ഞാൻ കോൾ എടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമുക്ക് കോൾ എടുക്കാൻ പറ്റാത്ത സമയമാണത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്പർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ചാറ്റ് ബോക്സിലിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. I request Zone Trainer Srijit Chirakkal to propose vote of thanks. Srijit sir. Thank you, Chairman. Thank you very much. Amish sir, good morning. ഗുഡ് മോർണിംഗ്. ഏതായാലും എൻ്റെ ZTWSൽ എൻ്റെ കൊളീഗായിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നല്ലൊരു സെഷനായിരുന്നു കിട്ടിയത്. എനിക്ക് മൊത്തത്തിൽ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഇൻഫർമേഷൻ കിട്ടി. അത് നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഒരു ചിന്തിക്കുന്ന ഒരു കാര്യം കൊറോണയ്ക്ക് ശേഷം, ആഫ്റ്റർ കൊറോണ ബിഫോർ കൊറോണ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം കൊറോണയ്ക്ക് മുന്നേ വരെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്ത് സാമ്പത്തികമായിട്ടുള്ള ഘടനയിൽ ഏകദേശം 7ാം സ്ഥാനത്തായിരുന്നു നിന്നത്. പക്ഷെ ആ കൊറോണ എന്ന സിറ്റുവേഷൻ അവരെ കൃത്യമായി കോവിഷീൽഡ് എന്ന വാക്സിനിലൂടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് ലോകത്തെ നമ്പർ 1 ആയതാണ് വാക്സിനേഷൻ കമ്പനികളിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ. അപ്പോൾ ഇതിന്റെ സാറേ ഈ ഒരു ക്ലാസിന്റെ സാരാംശം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതോളം എത്ര കണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണോ അത്ര കണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. റിസ്ക് എടുക്കുന്നവർ മാത്രമാണ് നമുക്ക് ലൈഫിൽ വിജയം എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത്. ഏതായാലും ഇത്രയും മനോഹരമായി സാറ് ഗോൾഡ്, എനിക്കൊരു പുതിയൊരു ഇൻഫോർമേഷൻ ആയിരുന്നു. എനിക്ക് ഗോൾഡിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഗോൾഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗോൾഡ് എന്നുള്ള പുതിയൊരു കോൺസെപ്റ്റിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഒരുപാട് വേർഡുകൾ നമുക്ക് പുതിയ ഇൻഫോർമേഷൻ ആയിരുന്നു. അതില് അമിത് ഷാ സാറോട് കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ സെഷനിൽ എത്തിച്ചേർന്ന മുഴുവൻ JC സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നോൺ JC സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സെഷന്റെ ചെയർമാൻ സുഭാഷ് സാർ വളരെ മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയി. അതിലുപരി നമ്മുടെ ഈ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്ര മേഡം, ഹിഷാം സാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Srijit sir. The 7 AM morning drive online program is hereby adjourned and have a good day to all. നാളെ എല്ലാവർക്കും കാണാം. താങ്ക് യു.